അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഞാനിന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള 4 പ്രൊഡക്റ്റുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഡിസ്കൗണ്ടുള്ള സമയത്ത് വാങ്ങിയ ബെഡ്ഷീറ്റുകളും അതുപോലെ തന്നെ കിച്ചണിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ മൈക്രോഫൈബർ ക്ലോത്ത്, പിന്നെ വാളിലും റാക്കിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ സ്റ്റിക്കർ, പിന്നെ ഞാൻ കാണിക്കുന്നത് പോർട്ടബിൾ മിനി ഹീറ്റ് സീലറാണ്. ബോട്ടിലിൽ സാധനങ്ങളൊക്കെ നിറച്ചതിന് ശേഷം ബാക്കി വന്ന സാധനങ്ങൾ നമുക്കിത് വെച്ച് സീൽ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്കിത് ഓരോന്നായി അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ബെഡ്ഷീറ്റ് അൺബോക്സ് ചെയ്യാം. ഞാൻ ഈ ബെഡ്ഷീറ്റ് ഡിസ്കൗണ്ടുള്ള സമയത്താണ് വാങ്ങിയത്. 3 ബെഡ്ഷീറ്റാണ് വാങ്ങിച്ചത്. 3 ബെഡ്ഷീറ്റും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഇനി നിങ്ങൾക്ക് ഓരോ ബെഡ്ഷീറ്റും കാണിച്ചു തരാം. ഈ ഒരു ബെഡ്ഷീറ്റ് പ്യൂർ കോട്ടൺ ഒന്നുമല്ല, ചെറിയൊരു മിക്സിംഗ് ഉണ്ട്. പ്രിൻറ്റഡ് ബെഡ്ഷീറ്റാണ്. ഡിസ്കൗണ്ട് വിലയിൽ എനിക്കിത് 200 രൂപക്കാണ് കിട്ടിയത്. 2 പില്ലോ കവറുണ്ട്. ഇനി നമുക്ക് അടുത്ത ബെഡ്ഷീറ്റുകൾ കാണാം. ഇതൊരു മെറൂൺ കളർ ബെഡ്ഷീറ്റാണ്. നല്ലൊരു ഡിസൈനാണ് വരുന്നത്. ഇതിനും 200 രൂപ തന്നെയാണ് കൊടുത്തത്. ഇത് ഞാൻ വാഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കളർ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. നന്നായിട്ട് കളർ പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ വാഷ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു നേരിയ രീതിയിൽ കളർ പോകുന്നുണ്ട്. എന്നാലും ഡാർക്ക് കളറാകുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ കളർ പോവും. പിന്നെ ആ ഒരു കാശിന് നല്ലൊരു വർത്ത് തന്നെയാണ്. ഇതൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ്. കളർഫുൾ ബെഡ്ഷീറ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെടും. ഈ ബെഡ്ഷീറ്റ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക്, വൈറ്റ്, റെഡ് ഇതെല്ലാം കൂടിയ ഒരു കോമ്പിനേഷനാണ്. ഇതൊരു മിക്സഡ് ബെഡ്ഷീറ്റാണ്. ഈ ബെഡ്ഷീറ്റിനും 200 രൂപ തന്നെയാണ്. ഇത് വിരിക്കുമ്പോൾ തന്നെ നല്ലൊരു കളർഫുൾ വ്യൂ ആയിരിക്കും. ഈ 3 ബെഡ്ഷീറ്റും ഫാമിലി കോട്ട് ബെഡ്ഷീറ്റാണ്. ഇനി നമുക്ക് ഈ 3 ബെഡ്ഷീറ്റും വിരിച്ചിട്ട് കാണാം. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ കാശല്ലേ ഉള്ളൂ, അതിനനുസരിച്ചുള്ളൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ 3 ബെഡ്ഷീറ്റ് നന്നായി ഇഷ്ടപ്പെട്ടു. ബെഡ്ഷീറ്റുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൈക്രോഫൈബർ ക്ലോത്ത് പരിചയപ്പെടാം. ഈ ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ക്ലീനിങ് ജോലികളൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ കഴിയും. കുറച്ചാളുകൾക്കൊക്കെ ഈ ക്ലോത്തിനെ പറ്റി അറിയുന്നതായിരിക്കും. കുറച്ചാളുകളൊക്കെ ഇത് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഈ മൈക്രോഫൈബർ ക്ലോത്തിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയി തന്നെ കാണിക്കുന്നത്. ചില സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ ക്ലോത്ത് അവൈലബിൾ ആണ്. ഞാനിത് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഡിസ്കൗണ്ടുള്ള സമയമായതിനാൽ 210 രൂപക്ക് തന്നെ കിട്ടി. കിച്ചണിൽ എപ്പോഴും ക്ലീൻ ചെയ്യാൻ നല്ലത് ഡാർക്ക് കളറാണല്ലോ. അപ്പോൾ ഇത് ഗ്രേ കളറിലാണ് വാങ്ങിയത്. പല കളറിലും കിട്ടുന്നുണ്ട്. കിച്ചണിലൊക്കെ എപ്പോഴും ഡാർക്ക് കളർ യൂസ് ചെയ്യാണ് നല്ലത്. കാരണം ലൈറ്റ് കളറായി കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും, പക്ഷേ അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു പാക്കറ്റിൽ 4 എണ്ണമാണുള്ളത്.
അത്യാവശ്യം വലുപ്പമുള്ള ക്ലോത്ത് തന്നെയാണ്. അധികം വലുപ്പമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പാകത്തിനുള്ളൊരു വലുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് തന്നെയാണ്. ഇനി നമുക്ക് ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പത്തിരി പരത്തിയെടുക്കുന്ന സമയത്ത് കിച്ചൺ റാക്കിലൊക്കെ പൊടി വീണിട്ട് ആകെ റാക്കിലൊക്കെ വൃത്തികേടായിരിക്കും. അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ വൃത്തിയാക്കാൻ പറ്റും. പിന്നെ നനഞ്ഞ ക്ലോത്ത് കൊണ്ട് തുടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, അത്രയും ക്ലീൻ ആയിരിക്കും. അതുപോലെ തന്നെ കാറിൻ്റെ ഗ്ലാസ്സുകൾ, പിന്നെ ഷെൽഫിൻ്റെ മിറർ, ടീപ്പോയി, ടേബിൾ ഇതൊക്കെ ഈസി ആയിട്ട് തന്നെ ഈ ക്ലോത്ത് വെച്ച് പാടുകൾ വീഴാതെ ക്ലീൻ ചെയ്യാം. ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ എപ്പോഴും ഒരു എണ്ണമയം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പാടുകളൊക്കെ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്നും ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഈ ക്ലോത്ത് വല്ലാതെ അങ്ങ് അഴുക്കൊന്നും പിടിക്കില്ല. പിടിക്കുകയാണെങ്കിൽ ഹാൻഡ് വാഷ് യൂസ് ചെയ്ത് ഡെയിലി ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഈ ക്ലോത്തിൽ നന്നായിട്ട് അഴുക്ക് പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അല്പം വിനാഗിരിയും ബേക്കിംഗ് സോഡയും കുറച്ച് വാഷിംഗ് പൗഡറും ഇട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം കഴുകിയെടുത്താൽ മതി. ഇനി നമുക്ക് വാൾ സ്റ്റിക്കർ അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഡിസ്കൗണ്ട് സമയമായതിനാൽ 252 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. വൃത്തികേടായിട്ടുള്ള വാളിലും റാക്കിലും ഒക്കെ ഒട്ടിക്കാൻ പറ്റിയ ഒരു സ്റ്റിക്കറാണ്. പല കളറിലും ഈ സ്റ്റിക്കർ വരുന്നുണ്ട്. എനിക്കിഷ്ടമായത് ഒന്നും കൂടി ഈ സിൽവർ കളറാണ്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു സ്റ്റിക്കർ ഉണ്ട്, പക്ഷേ ആൾറെഡി ഉണ്ട്. ഇത് പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് എൻ്റെ കിച്ചണിലേക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊരു വുഡിൻ്റെ ഷെൽഫാണ്. കിച്ചണിൻ്റെ റാക്കിൻ്റെ ബോട്ടിൽ വെക്കുന്ന സ്ഥലത്തും സൈഡിലൊക്കെയാണ് സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. ഞാനിതിൻ്റെ അടിയിലൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് എടുത്തു മാറ്റി നമുക്ക് ഈ ഷെൽഫ് ഭംഗിയാക്കി എടുക്കണം. എന്തിലാണോ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി നോക്കിയിട്ട് വേണം കട്ട് ചെയ്ത് ഒട്ടിക്കാൻ. അപ്പോൾ ഇക്കയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഞാനാണ് ക്യാമറാമാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇക്ക ചെയ്യുമ്പോഴാണ് വൃത്തി. അപ്പോൾ ഞാൻ ഇക്കാക്ക് വിട്ടുകൊടുക്കാറാണ് പതിവ്. നമുക്ക് ആവശ്യമായ ലെങ്ത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഈ സ്റ്റിക്കർ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. മെറ്റീരിയലിൽ എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നെയിം സ്ലിപ്പിൻ്റെ ഒക്കെ പോലെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആക്കാൻ കഴിയും. ചൂട് തട്ടിയാലും നനവ് തട്ടിയാലും ഒന്നും ഈ മെറ്റീരിയലിന് ഒന്നും സംഭവിക്കില്ല.
ഇപ്പോൾ ഷെൽഫിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ആദ്യത്തെ ഷെൽഫാണെന്ന് പറയില്ല, കണ്ടാൽ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനും ഈസി ആയിരിക്കും. ഇതാണ് ഷെൽഫിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഒട്ടിച്ച് വന്നപ്പോൾ ഷെൽഫിൻ്റെ ലെവൽ ആകെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വൃത്തികേടായിട്ടുള്ള വാളോ ഷെൽഫോ റാക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് സ്റ്റിക്കർ വാങ്ങി ഒട്ടിച്ച് നോക്കുക. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി ഞാൻ കാണിക്കുന്നത് ഒരു പോർട്ടബിൾ മിനി ഹീറ്റ് സീലറാണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതും ഞാൻ ഡിസ്കൗണ്ടിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് 299 ആണ്. ഇത് കറണ്ടിനാണ് വർക്ക് ചെയ്യുന്നത്. ഇത് എനിക്ക് എപ്പോഴും കിച്ചണിൽ ആവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാൻ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഒന്നായിട്ട് വാങ്ങാറാണ് പതിവ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ബോട്ടിലിൽ നിറച്ചതിന് ശേഷം ഞാൻ സാധാരണ ചെയ്യാറ് ഒന്നെങ്കിൽ റബ്ബർ ബാൻഡ് ഇടും, അല്ലെങ്കിൽ സ്റ്റാപ്ലർ അടിക്കാൻ ചെയ്യാറ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റബ്ബർ ബാൻഡൊക്കെ ദ്രവിച്ച് പശ പോലെ ഒട്ടിപ്പിടിച്ച് കാണാറുണ്ട്. അപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങ് വൃത്തികേടായിട്ട് തോന്നും. പിന്നെ ചെയ്യുന്നത് സ്റ്റാപ്ലർ അടിക്കാറാണ്. അതൊരു സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എയർ കടക്കില്ലല്ലോ, അപ്പോൾ സാധനം ഒരിക്കലും ചീത്തയാവില്ല. പിന്നെ എനിക്ക് ചെറിയൊരു അച്ചാർ ബിസിനസ്സുണ്ട്. ബോട്ടിലാക്കുന്നതിന് പകരം നല്ല പ്ലാസ്റ്റിക് കവറിലാക്കി സീൽ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. സീലർ ഒന്ന് ഹീറ്റായതിനു ശേഷം മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ശരിക്ക് സീലായി കിട്ടിയിട്ടുണ്ട്. ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കുറച്ചധികം കാണും. അപ്പോൾ ഈ സീലർ ഒന്ന് ഹീറ്റായി കഴിഞ്ഞാൽ ഒരുപാട് പാക്കറ്റുകൾ നമുക്ക് സീൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില കവറിന് അധികം ചൂട് പാടില്ല. കുറച്ച് സീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഈ 4 പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ 4 വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സീലറിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഈ ബോക്സിൽ തന്നെ അടച്ച് സൂക്ഷിക്കാം. ബോക്സ് ഉള്ളത് കൊണ്ട് സേഫായിട്ട് ഇരുന്നോളും. ഈ ബോക്സിൻ്റെ ബാക്ക് സൈഡിലൊരു ഹോൾ ഉള്ളത് കൊണ്ട് കിച്ചണിലെ വാളിൽ ഹാങ് ചെയ്തിടാം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.